إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു റമദാനിൻ്റെ ഏകദേശം 3/4 ഭാഗം കൂടി വിട പറയുകയാണ്. റമദാൻ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായോ എന്ന ഒരു വീണ്ടും വിചാരം നമ്മിലുണ്ടാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ മറന്നുപോയ കാര്യങ്ങളുണ്ടാവും. ചിലതൊക്കെ നമ്മുടെ പിഴവുകളായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കറകൾ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസാന മണിക്കൂറുകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പാപമോചനം, നമ്മുടെ തെറ്റുകളൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ ദിവസങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേടിയെടുത്ത നന്മകളൊക്കെ നമ്മൾ തുടരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ അസ്അലുല്ലാഹ ഹുസ്നഹാ. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുക, അതിൻ്റെ ഫിനിഷിംഗ്, അവസാന സമയം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ചില ആളുകൾ ജീവിതത്തിൻ്റെ ആരംഭകാലത്തൊക്കെ നല്ല മനുഷ്യരായി ജീവിക്കും, പക്ഷെ പിന്നീട് വലിയ പാപങ്ങളൊക്കെ ചെയ്ത് നരകത്തിൻ്റെ അവകാശിയായി തീരും. ചില മനുഷ്യർ ജീവിതത്തിൻ്റെ തുടക്കത്തിലൊക്കെ ചില പാളിച്ചകളെ സംഭവിച്ച് തിരുത്തി സ്വർഗത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മരണപ്പെട്ടു പോകും. നമ്മൾ ഓരോരുത്തരും മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ അവസാന സന്ദർഭങ്ങൾ എങ്ങനെയാണ് എന്നത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നന്മയിലാണ് എന്നും നല്ല കാര്യത്തിലാണ് എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അസ്അലുല്ലാഹ ഹുസ്നഹ, പടച്ചോനെ എൻ്റെ അവസാന സമയം നീ നല്ലതാക്കി തരണേ.
നന്മയിൽ അധിഷ്ഠിതമാക്കി തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അവസാന സമയങ്ങൾ നമ്മൾ ഖുർആൻ പാരായണത്തിലായിരിക്കുക, നമ്മൾ ദിക്റിലും ദുആകളിലുമായിരിക്കുക, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക, ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, രാത്രിയുടെ സമയങ്ങളിൽ നമ്മൾ എണീറ്റ് നമസ്കരിക്കുക, സദഖകളിൽ നമ്മൾക്കാവുന്ന വിധത്തിലൊക്കെ നമ്മൾ അത് നിർവഹിക്കുക, നിരന്തരമായ പ്രാർത്ഥനകളാൽ നമ്മുടെ മനസ്സും ജീവിതവും നമ്മൾ ചിട്ടപ്പെടുത്തുക എന്നതാണ്. 4 കാര്യങ്ങൾ പ്രധാനമായും ഊന്നിപ്പറയുകയാണ്. ഒന്ന്, നമ്മുടെ മരണാനന്തര ലോകത്ത് വിജയിക്കുന്നവരാകും എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നരകമോചനത്തിന്റെ നാളുകളിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹുവെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തുക. നാളെ പരലോകത്ത് നമ്മുടെ വായകളൊക്കെ മൂടിക്കെട്ടും. നമ്മുടെ കൈകാലുകൾ സംസാരിക്കുന്ന ഒരു സന്ദർഭത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മുടെ വായകൾ സംസാരിക്കും, നമ്മുടെ കൈകാലുകൾ അതിന് സാക്ഷി പറയും. നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണ നടക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇന്ന് നമുക്ക് വല്ല വാക്ചാതുര്യം ഉണ്ടാവും, സംസാരിച്ച് നമ്മൾ രക്ഷപ്പെടാൻ കഴിയും, നമ്മുടെ തെറ്റുകളൊക്കെ ശരിയാണ് എന്ന് സ്ഥാപിക്കാനൊക്കെ നമുക്ക് സാധ്യമായേക്കും. നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കാനുള്ള വിക്രസുകളും വലിയ വളവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ നാളെ ഒന്നും വിജയിക്കില്ല പ്രിയപ്പെട്ടവരെ. മാലിക് യൗമുദ്ദീൻ, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളവൻ. അന്നേ ദിവസം സർവാധികാരവും അള്ളാഹുവിന് മാത്രമായിരിക്കും. ആ വിചാരണ നാളിൽ നമ്മുടെ വായകൾക്ക് സീൽ വെക്കപ്പെടും. നമ്മുടെ നാക്കിന് സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ കൈയും കാലുമൊക്കെ സംസാരിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക? സാധ്യമാവില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നാളേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങൾ വേണം, നാളേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ വിഭവങ്ങൾ വേണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കയ്യിൽ ഒരുപാട് കരുതണം എന്നല്ലാഹു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് നമുക്ക് കയ്യിൽ കരുതാൻ കഴിയുക? നമ്മൾ മരിച്ചിവിടെ ബാക്കിയാക്കി പോകുന്ന കാര്യങ്ങളുണ്ടാകും, സ്വലിഹായ കർമ്മങ്ങളുണ്ടാകും, സദഖ ജാരിയകളുണ്ടാവും, നമ്മുടെ ഇബാദത്തുകളുണ്ടാവും, അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടാവും, നമ്മുടെ മക്കളുടെ പ്രാർത്ഥനകളുണ്ടാവും, നമ്മളിവിടെ ഉപേക്ഷിച്ചു പോയ കാലങ്ങളോളം തുടരുന്ന നന്മകളുണ്ടാകും. അല്ലാത്തൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാം ഇവിടെ വിട്ടേച്ചു പോവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദിവസത്തേക്ക് എന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അല്ലാഹു നമ്മളോട് പറഞ്ഞുതരാണ്. നിങ്ങൾ ഒരുങ്ങി വരണം, ഒരുങ്ങി പോകണം. കയ്യിൽ ഒരുപാട് ജാതുകളുമായി, മത്താഴകളുമായി, വിഭവങ്ങളുമായി നിങ്ങൾ എന്നെ കണ്ടുമുട്ടാൻ വരണമെന്നാണ്. ആ നേരത്ത് പോലും അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിചാരണ സന്ദർഭം എളുപ്പമാവാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കാണുന്നുണ്ട്. നിങ്ങൾക്കും അത്രമാത്രം കഠിനമായ വിചാരണയുണ്ടാകുമോ പ്രിയ റസൂലേ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ള മറുപടി പറഞ്ഞു, ഞാനും ആ വിചാരണയിൽ നിന്ന് ഒഴിവല്ല എന്റെ പ്രിയപ്പെട്ട ആയിഷ എന്നാണ്. എന്നിട്ട് ആ റസൂലുള്ള പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറാ, പടച്ചോനെ എന്റെ വിചാരണ നീ എളുപ്പമാക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മരണാനന്തര ലോകത്ത് വിജയിക്കുന്നവരാകാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, സ്രഷ്ടാവിനോട്, നമ്മുടെ റബ്ബിനോട്, കരുണാവാരിധിയ റഹ്മാനായ നാഥനോട് ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടാകും, അത് പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തലാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ള പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, ഇബാദത്തുകളൊക്കെ പോലെയുള്ള കാര്യങ്ങൾ, കടമകൾ ഉണ്ടാകും. റബ്ബിനോട് പാലിക്കേണ്ട കടമകൾ, റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അത് ധിക്കരിക്കാതിരിക്കുക, അള്ള പറഞ്ഞ കടമകൾ, ബാധ്യതകൾ നിർവഹിക്കുക,
ഇടപാടുകൾ പരിഹരിക്കുക, അങ്ങനെ അള്ളാഹുവായിട്ട് പറഞ്ഞു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും. അതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മണിക്കൂറുകളിൽ അള്ളാഹുവിനോട് പറഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട്. ആർക്കാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക? നമ്മുടെ ഭാര്യക്കാണോ, പാപ്പക്കാണോ, ഉമ്മക്കാണോ, മക്കൾക്കാണോ, സഹോദരങ്ങൾക്കാണോ? രണ്ടാളുകൾക്കാണ് നമ്മളെപ്പറ്റി നന്നായി അറിയുക. ഒന്ന് റബ്ബിനാണ്, എല്ലാം അറിയും. നമ്മുടെ മനസ്സിന്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ പ്ലാനിങ്ങുകൾ, നമ്മുടെ തന്ത്രങ്ങൾ, നമ്മുടെ കുതന്ത്രങ്ങൾ എല്ലാം റബ്ബിനറിയാം. മറ്റൊന്ന് നമ്മളെപ്പറ്റി നന്നായി അറിയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾക്കേ നമ്മളെ നന്നായി അറിയുള്ളൂ. നമ്മളാണ് അള്ളാഹുവിനെ പറ്റിച്ചിട്ടുണ്ടോ, വഞ്ചിച്ചിട്ടുണ്ടോ, കടമകൾ നിർവഹിക്കാത്തതുണ്ടോ, വീഴ്ച പറ്റിയിട്ടുണ്ടോ, തൗബ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് എന്നെപ്പറ്റി ഞാൻ തന്നെയാണ്. അതുപോലെ നിങ്ങളെപ്പറ്റി നിങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഞാൻ പരിഹരിച്ചിരിക്കുന്നു, പോരായ്മകൾ ഞാൻ പരിഹരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അപ്പോഴാണ് നാളെ വിചാരണ എളുപ്പമാവുക, സ്വർഗത്തിൽ നമ്മൾക്ക് പ്രവേശിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൃഷ്ടികളോട്, അള്ളാഹുവിന്റെ അടിമകളോട് നമ്മൾ പരസ്പരം ചെയ്തു പോയ അപരാധങ്ങൾ പറഞ്ഞ് പരിഹരിക്കുക എന്നത്. നമ്മളുടെ ഈ വാശിയും വക്കാണൊക്കെ അവസാനിക്കും, എല്ലാ വീറും വാശിയും അവസാനിക്കും, നമ്മുടെ എല്ലാ കിബറുകളും അവസാനിക്കും, നമ്മുടെ എല്ലാ ശക്തിയും എല്ലാം തീരുന്നൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളിങ്ങനെ മുകളിലേക്കും താഴോട്ടും വലിച്ചുവിടുന്ന ഈ ശ്വാസോച്ഛ്വാസം ഉണ്ടല്ലോ, അതൊരു ദിവസം നിൽക്കും. ഈ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു ദിവസം നിൽക്കും. നമ്മുടെ കൈയും കാലും ഒക്കെ തളർന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. നാലാളുകൾ കൂടി താങ്ങിയെടുക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്. നമ്മൾ ഇട്ട ഷർട്ട് അത് മറ്റൊരാൾ അഴിച്ചു മാറ്റുന്ന ഒരു ദിവസം വരാനുണ്ട്. നമുക്ക് പിന്നെന്താ ചെയ്യാൻ കഴിയുക പ്രിയപ്പെട്ടവരെ? അതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ കുടുംബങ്ങളോട്, എന്റെ രക്തബന്ധുക്കളോട്, എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹപാഠികളോട്, സഹപ്രവർത്തകരോട്, സഹജീവികളോട് എല്ലാം ഞാൻ പറഞ്ഞ് പരിഹരിച്ചിരിക്കുന്നു. ആരോടും പിണക്കമില്ലാതെ, ആരോടും ഒരു വിദ്വേഷമില്ലാതെ, ആരോടും ഒരു വിള്ളലില്ലാതെ, അങ്ങനെ മനസ്സിന്റെ കറകളഞ്ഞ രൂപത്തിൽ നമുക്ക് പോവാൻ കഴിയണ്ടേ? അതിനാരാണോ ആദ്യം വിട്ടുവീഴ്ച ചെയ്യുന്നത്, ആരാണോ അതിനാദ്യം മുൻകൈ എടുക്കുന്നത്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്ന, ആരെങ്കിലും കുടുംബബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ, മുറിച്ചു കളയുന്നുണ്ട് എങ്കിൽ, ന്യായമില്ലാതെ നിങ്ങളതിന് തടസ്സം നിൽക്കുന്നുണ്ട് എങ്കിൽ, ഫിത്നകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, കുഴപ്പക്കാരനായി നിങ്ങൾ നിൽക്കുന്നുണ്ട് എങ്കിൽ, റസൂലുള്ള ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. തമാശക്ക് പറയണതല്ല, നമ്മൾ കുറച്ചേരം ഒന്ന് ബേജാറായിക്കോട്ടെ എന്ന് പറയണതല്ല. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ത് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റസൂൽ നമുക്ക് വിശ്വാസമില്ലേ? അല്ലമീനായ റസൂലിനെ വിശ്വസിച്ചവരല്ലേ നമ്മൾ? ആ റസൂലിന് വേണ്ടി എല്ലാ നിലക്കും പിന്തുണ പ്രഖ്യാപിച്ചവരല്ലേ നമ്മൾ? ഷഹാദത്ത് ചൊല്ലിയവരല്ലേ നമ്മൾ? ആ റസൂലിനെ നമ്മൾ നാളെ കണ്ടുമുട്ടാൻ പോവാണ്. റസൂൽ ചോദിക്കും, ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു, വിശ്വസിച്ചില്ലായിരുന്നു, രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു, അള്ളാഹുവിന്റെ കോപത്തെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സംഗതികളും ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു, നരകത്തിലേക്ക് പോകുന്ന വഴികൾ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണം, നിങ്ങളെ കിബറും നിങ്ങളുടെ അഹന്തകളും നിങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണേ എന്ന് പഠിപ്പിച്ചില്ലായിരുന്നു ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളിപ്പോൾ തമ്മിൽ പണങ്ങിയ ചിലപ്പോൾ വളരെ നിസ്സാര കാര്യത്തിനായിരിക്കും, ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളായിരിക്കും. ചിലപ്പോൾ അങ്ങനെ മിണ്ടാതെ പോയി കാലങ്ങളോളം അങ്ങനെ പോയതായിരിക്കും. ആര് മിണ്ടും, ആര് പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ആരെങ്കിലും ഒന്ന് ഇടപെടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആരെവിടെയാണ് പ്രിയപ്പെട്ടവര്? നമ്മുടെ കുടുംബ വിഷയത്തിൽ നമ്മളെ ഒരു ന്യൂനത മറച്ചു വെക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ടവർ ആ കുടുംബങ്ങൾ തന്നെയാണ്. അതിലൊരാളും ഇടപെടാതെ നമ്മൾ തന്നെ അത് കൂടിയിരുന്ന് അത് പരിഹരിക്കലാണ് ഏറ്റവും ഹൈറ് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ഈ നിസ്കാരം വെറുതെ ആയിപ്പോവും, ഈ നോമ്പ് വെറുതെ ആയിപ്പോവും, ഈ സക്കാത്ത് വെറുതെ ആയിപ്പോവും, നമ്മുടെ ഉംറ വെറുതെ ആയിപ്പോവും, നമ്മുടെ ഹജ്ജുകൾ വെറുതെ ആയിപ്പോവും, നമ്മുടെ നെറ്റത്തടത്തിലും കയ്യിലും കാലിലുമൊക്കെയുള്ള നിസ്കാര തഴമ്പുകൾ വെറുതെ ആയിപ്പോവും. എന്തിനായി പട്ടിണി കിടക്കണമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ എന്റെ ബാധ്യതയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ, ഇത് എന്റെ മഹല്ലിലെ നിവാസികൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞു കൊടുത്തില്ലേ എന്നൊരു ചോദ്യം വരാനുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒഴിവാകാൻ ഇത് പറഞ്ഞേ പറ്റൂ.
ചുരുക്കുള്ള വാക്കുകളൊക്കെ എനിക്ക് പറയാം, നിങ്ങളെ വെറുപ്പിക്കാത്ത വാക്കുകൾ എനിക്ക് പറയാം, മനസ്സിൽ ചുരച്ചിലുണ്ടാക്കുന്ന വാക്കുകളൊക്കെ എനിക്ക് ഒഴിവാക്കാം. വളരെ മനോഹരമായ കാര്യങ്ങൾ, നല്ല രസമുള്ള വാക്കുകളൊക്കെ കോർത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാം. ഈ കുത്തുമ പറയാം, നല്ല പ്രസംഗമെന്നൊക്കെ കയ്യടി വാങ്ങുന്ന വർത്തമാനങ്ങൾ പറയാം. പക്ഷെ അതൊക്കെ എന്റെ ഈ കുപ്പായ അഴിച്ചു വെക്കണ വരെയുള്ളൂ, എന്റെ ഈ ശ്വാസം നിലയ്ക്കണ വരെയുള്ളൂ, ഖബർ വരെയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതിനപ്പുറത്ത് ഒരു രസവും ആരും പറയാനുണ്ടാവില്ല. നമ്മളും നമ്മുടെ അമലുകളും നമ്മൾ ചെയ്ത ജീവിതത്തിലെ കർമ്മങ്ങളും മാത്രം നമുക്ക് സാക്ഷ്യം വഹിക്കും. അത് മാത്രമേ കൂട്ടിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിനയാന്യതരാവുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, പരസ്പരം പറഞ്ഞു പരിഹരിക്കാനുള്ളത് പറഞ്ഞ് പരിഹരിക്കുക. വാക്കുകൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആർക്കെങ്കിലും മുറിവുകൾ പറ്റി എന്ന് നമ്മൾ അറിയുന്നുവെങ്കിൽ അവരെ പോയി കാണുക, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒന്നും സ്വർഗപ്രവേശനത്തിന് നമുക്ക് ഗുണകരമല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. തൗബ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ തൗബ ചെയ്യുമായിരുന്നു എന്നാണ്, ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറയുമായിരുന്നു എന്നാണ്. ആരോടാ റസൂലിനോട്? റസൂൽ ആരോടെങ്കിലും അങ്ങനെ എന്തെങ്കിലും എതിരായ്മകൾ ചെയ്തിട്ടുണ്ടോ? ഒരു സംഭവം റസൂൽ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും നിലക്കുള്ള ശാരീരിക ഉപദ്രവം, മാനസികമായ ദ്രോഹം, സാമ്പത്തികമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ നിങ്ങളത് പരിഹരിക്കൂ, ഞാൻ ആരെയെങ്കിലും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് റസൂൽ തന്റെ ഷർട്ട് പൊന്തിച്ച് ഉയർത്തുകയാണ്, ഉള്ള ഉപ്പായം പൊന്തിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്. അത് പ്രതികാരം നിങ്ങളോട് ചെയ്യുക, എന്നെ തിരിച്ചുപദ്രവിക്കുക, എന്നിട്ട് ഈ ദുനിയാവിൽ നിങ്ങളത് പരിഹരിച്ചു തരൂ എന്ന് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്ക് പ്രതികാരം ചെയ്യാനുണ്ട്. ഒരിക്കൽ സ്വപ്പ് നേരാക്കുന്ന സമയത്ത് താങ്കളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് താങ്കൾ എന്റെ വയറിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ്, എനിക്കതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു. റസൂലുള്ള ഉപ്പായം ഒന്നുകൂടി ഉയർത്തി കാണിച്ചു കൊടുത്തു. വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ അത് നിർവഹിക്കുക എന്നാണ്. ആ സഹാബി വന്നിട്ട് റസൂലുള്ളാഹിന്റെ വയറിൽ ചുംബിക്കുകയാണ്. ചുംബിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ പ്രിയ റസൂലേ, അങ്ങയുടെ ഒരു തലോട്, ഒരു ഉപദ്രവം എന്തെങ്കിലും ആവട്ടെ, അങ്ങയുടെ കയ്യും കാലും ഒന്ന് ശരീരത്തിൽ സ്പർശിക്കുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമായി കാണുന്നവരാണ് ഞങ്ങൾ. ഞാൻ താങ്കൾ ഉപദ്രവിക്കുകയോ താങ്കളുടെ ശരീരവും എന്റെ ശരീരവും ഒന്ന് ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലിന്റെ വയറിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആ സഹാബി പറയുന്ന വർത്തമാനങ്ങളുണ്ട്. നാളേക്കൊന്നും ബാക്കി വെക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ, ആരുണ്ടാവില്ല. എത്ര പെട്ടെന്നാണ് ഓരോരുത്തർ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ കൺമുമ്പിൽ നിന്നും കൺമറഞ്ഞു പോകുന്നത് എന്നത് നമുക്കൊക്കെ വലിയ ഗുണപാഠങ്ങളാണ്. എന്തിനാണ് നമ്മളെ അള്ളാഹു ബാക്കി വെച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് യാ യുഹന്നാസ്, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ എന്ന് റസൂൽ പറയുന്നുണ്ട്. ഫൈനി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ, 100 തവണയെങ്കിലും അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു എന്ന് നമ്മുടെ നേതാവ് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. അത് കേവലം നാവുകൊണ്ടല്ല, നമ്മുടെ മനസ്സറിഞ്ഞ് കുറ്റസമ്മതം നടത്തി കണ്ണുനീരായി നമ്മൾ തൗബക്ക് തയ്യാറാവുക എന്നതാണ്. ചെയ്തു പോയതിൽ നമുക്ക് ഖേദമുണ്ടാകണം. ഫർളുകളാണെങ്കിൽ അത് വീട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബാധ്യതകളാണെങ്കിൽ അത് നിറവേറ്റാൻ നമുക്ക് കഴിയണം. ദ്രോഹിച്ചു പോയതാണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം. ഇനി ചെയ്യില്ല എന്ന് നമുക്ക് ഉറച്ചൊരു തീരുമാനമെടുക്കാനും പ്രിയപ്പെട്ടവരെ കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ, എല്ലാ ഓരോ രാത്രിയിലും എന്റെ റബ്ബ്, നമ്മുടെ റബ്ബ്, എൻസിലു ഇലാ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. യബ്ഖാ സുൽസുൽ ലൈലിൽ ആഖിർ, ഈ രാത്രിയുടെ അവസാന സമയത്ത് ഇങ്ങനെ അല്ലാഹ് ഇങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹ് പറയുമ്പോൾ യഖൂൽ മയ്യദുഊനി ഫഅസ്തജീബു ല, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ പ്രാർത്ഥിച്ചുകൊള്ളുക, ഞാൻ ഉത്തരം നൽകാമെന്നാണ്. നമുക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാൻ, എന്തൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ, എന്തൊക്കെ സങ്കടങ്ങളുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ ചോദിച്ചു വാങ്ങാനുണ്ട്. അസുലഭമായ സമയമാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാം ആകാശത്തേക്ക് അള്ളാഹ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂർക്കം വലിച്ചുറങ്ങാവും, നമ്മൾ വേറെന്തെങ്കിലും ഏർപ്പാടിലാവും. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എങ്കിൽ ആ സമയം വളരെ നിർണായകമായ സമയമാണ്. അള്ളാഹു പറയുന്നുണ്ട്, മയ്യസ്അലുനി,
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫഉതിയഹു, ഞാനിതാ അത് തരാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ്. മയ്യസ്തഗ്ഫിറുനി ഫഗ്ഫിറ ലഹു, ഞാനിതാ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിന് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പോരായ്മകളും പുറത്തു മാപ്പാക്കി തരാമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ ചോദിച്ചാൽ മതി, നമ്മളത് ആഗ്രഹിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളത് ചോദിക്കുക. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്നാണ്. മാത്രമല്ല അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹല്ലാതെ ആരാണ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്നവൻ? അല്ലാഹല്ലാതെ ആരാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുക, നമ്മുടെ പോരായ്മകൾ പുറത്തു തരാനെന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ഏറ്റവും സുന്ദരവും മനോഹരവുമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അമ്പിച്ച പ്രതിഫലമുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യം ലഭിക്കുന്ന ഒരു രാത്രി ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊറ്റപ്പെട്ട രാവുകൾക്ക് പ്രത്യേകമായ പുണ്യമുണ്ട്. ആ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ കൂടുതലായി പ്രതീക്ഷിക്കുക എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു അഹിയൽ ലൈല വഅയ്ഖള അഹ്ല വജദ്ദ വശദ്ദൽ മിഅ്സറ. റസൂലുള്ളാഹി എങ്ങനെയായിരുന്നോ അങ്ങനെയാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സാധ്യമാകുന്നവരൊക്കെ 10 ദിവസം പൂർണ്ണമായി നമ്മുടെ പള്ളികളിൽ ഇഅ്തികാഫിന് തയ്യാറാവുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, സ്ത്രീകൾ, ഭാര്യമാർ പള്ളികളിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവരത് തുടരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മളൊന്നാകെ അതിനെ തയ്യാറാവുക എന്നതാണ്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇനി അതല്ല, ചിലർക്ക് പകല് മാത്രമാണ് കഴിയുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക, ചിലർക്ക് രാത്രിയാണ് കഴിയുക അത് ഉപയോഗപ്പെടുത്തുക, ചിലർക്ക് ചില ദിവസങ്ങളാണ് കഴിയുക എങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അതിനുള്ള നിയ്യത്ത് വെച്ച് പരമാവധി സമയം പള്ളിയിൽ ചടഞ്ഞുകൂടി ഖുർആൻ പാരായണവും നമസ്കാരവും പ്രാർത്ഥനകളും ഇസ്ലാമികമായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ തയ്യാറാവുക എന്നതാണ് പ്രിയപ്പെട്ടവരെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫു ഫീ കുല്ലി റമളാൻ 10 അയ്യാം. പ്രിയ റസൂൽ 10 ദിവസവും ജീവിച്ച കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ റമളാനിലും പൂർണ്ണമായും ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതിന് മാനസികമായി ഒരുങ്ങുക എന്നുള്ളതാണ്. പലർക്കും അതിനൊക്കെ ഒരു പ്രയാസം ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. നമ്മുടെ പുറത്തൊക്കെ ഒരു ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നോട്ടീസുകൾ കാണാം. നമ്മുടെ ചില സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ വളണ്ടിയറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് എത്തിക്കാതിരിക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കാമെന്ന ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുമായും അത്തരം സഹോദരങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ചെറിയൊരു പണം, ഈ ഫുഡിന്റെ പണം നമ്മൾ കൊടുത്താൽ മതി, എത്തിക്കാൻ നമ്മുടെ ചില സഹോദരങ്ങളുണ്ട്. അവർക്കൊരു സേവനമാണ്, കൂലി കിട്ടുമല്ലോ എന്നുള്ളവർക്കാണ്. നമ്മൾ എത്തിക്കാത്തിലുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്നുള്ള നിലക്കാണ്. അവർ രാവിലെയും അതുപോലെ മഗ്രിബിനും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിക്കുന്ന ദൗത്യമേറ്റെടുത്ത ചില സഹോദരങ്ങളുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി പറയണം. ചിലപ്പോൾ വീട്ടിൽ നിന്ന് വന്നു പോകാനൊക്കെ ഉള്ള, ചില കൊണ്ടുവരാനൊക്കെ ഉള്ള പ്രയാസങ്ങളുള്ളവരുണ്ടാവും. അവർക്ക് ഈ അവസരമൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ ഈ മാസത്തെ ഈ 10 ദിവസങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ, എനിക്ക് നീ പുറത്തു തരണേ, നീ ദയാവരനാണ്, കരുണാവാരിധിയാണ്, പൊറുക്കുന്നവനാണ്, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. നാലാമത്തെ ഒരു കാര്യം അതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ സ്വതക്കുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുന്നാസ് അജ്വദുന്നാസ് അസ്ജഉന്നാസ് എന്ന് റസൂൽ
റസൂലുള്ളാഹിനെ പറ്റി 3 വിശേഷണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അഹ്സനുന്നാസ് എന്നാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു ആര്? പ്രിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറയുന്നത് അജ്വദുന്നാസ് എന്നാണ്. ഉദാരനായിരുന്നു. കയ്യിലുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ്. കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഉള്ളതിൽ നിന്ന് റസൂലുള്ള ദാനം ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ അവസാന സമയത്താവുമ്പോൾ പരമാവധി റസൂലുള്ള ദാനം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമ്മളും അത് നമുക്കാവുന്നതൊക്കെ നമ്മളും ചെയ്യുക. റസൂൽ നല്ല ധീരനായിരുന്നു എന്നും ഹദീസുകളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാനിലൂടെ റയ്യാനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ കവാടത്തിലൂടെ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയവരെ, വിഷമിക്കുന്നവരെ കാണാതെ പോയാൽ നമ്മുടെ റമദാൻ എങ്ങനെ പൂർത്തിയാകുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മിസ്കീന്മാരെ നമ്മൾ കാണണ്ടേ? അവരുടെ സഹായങ്ങൾ എത്തേണ്ടതുണ്ട്. യതീമക്കളെ നമ്മൾ കാണേണ്ടതുണ്ട്. വിധവകളായി പോയവരെ നമ്മൾ കാണേണ്ടതുണ്ട്. വേദനകളും വേവലാതികളുമായി നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. രോഗദുരിതം പേറുന്നവർ, ഒരു കൂരയില്ലാത്തവർ, അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ. മതം പൂർത്തിയാകുന്നത് അവിടെയാണ്. അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ പരിഗണിച്ചില്ല എന്നതാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രോത്സാഹനവും അവൻ ചെയ്തില്ല എന്നതാണ്. അല്ലേ? ഖുർആൻ പറഞ്ഞു, അമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റല്ലേ, ഈ യതീമായ വൈധവ്യം പേറുന്ന സമൂഹത്തെ നിങ്ങൾ ഒതുക്കിക്കളയല്ലേ, പരിഗണിക്കാതിരിക്കല്ലേ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മളത് നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണശേഷം മരണാനന്തര ലോകത്ത് നമ്മൾ വിജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറോടുകൂടി അല്ലാഹുവിലേക്ക് മടങ്ങുക. അവസാന സമയം ഇത്തികാഫിലും പ്രാർത്ഥനയിലും ലൈലത്തുൽ ഖദറിന് വേണ്ടിയൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക. ദാനധർമ്മങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ തീരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു ബാധ്യത എന്ന് പറയുന്നത് സക്കാത്തുൽ ഫിത്റാണ്. സക്കാത്തുൽ ഫിത്ർ, നോമ്പ് അവസാനിച്ചാൽ സാമ്പത്തികമായി കഴിവുള്ള ഓരോ മുസ്ലിമും നിർവഹിക്കേണ്ട ബാധ്യതയാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. പെരുന്നാൾ ദിവസം നമുക്കും നമ്മുടെ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ കഴിഞ്ഞ് അവിടെ ബാക്കി വരുന്നുണ്ട് എങ്കിൽ അതിനേക്കാളും വിഭവങ്ങളോ പണമോ സമ്പാദ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് എന്ന്. പെരുന്നാൾ ദിവസത്തെ സുഭിക്ഷമായ ഒരു ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ മറ്റു കാര്യങ്ങൾ, സാമ്പത്തികാവസ്ഥ ഭദ്രമാണ് എങ്കിൽ, ഭക്ഷണാവസ്ഥ ഭദ്രമാണ് എങ്കിൽ അവരൊക്കെ ഈ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിലും അതിനുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാധ്യതകൾ എല്ലാവരും നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ റമദാനിൽ നോമ്പിലൊക്കെ വന്നുപോയ എന്തെങ്കിലും നിലക്കുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സക്കാത്തുൽ ഫിത്ർ നൽകുന്നതോടുകൂടി പരിഹരിക്കുമെന്ന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭക്ഷണ വിഭവമാണ് അതിന് കൊടുക്കേണ്ടത്. മുന്തിയ രൂപത്തിൽ നമുക്കത് മെച്ചപ്പെട്ട രീതിയിലൊക്കെ ചെയ്യാം. അതിൽ നമ്മുടെ പള്ളി ഭാരവാഹികൾ, ബന്ധപ്പെട്ടവർ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു സ്വാ എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അത് ഏകദേശം 4 മുദ്ദ് വരും ഒരു സ്വാ എന്ന് പറയുന്നത്. 4 മുദ്ദ് പറഞ്ഞാൽ നമ്മുടെ കൈക്കുമ്പിളിൽ എടുക്കണതാണ് ഒരു മുദ്ദ്. ഏകദേശം ഒരു 2.5 കിലോ, ഒരു 3 കിലോന്റെ അടുത്ത് അല്ലെങ്കിൽ 3 കിലോന്റെ ഉള്ളിലായിട്ട് വരുന്ന ഇതാണ് കൊടുക്കേണ്ടത്. അത് സക്കാത്തിന്റെ 8 അവകാശികളുണ്ടാവും, അവരിലേക്കാണ് അത് എത്തിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളി നമുക്കറിയാം, ഈ ഹൈവേയുടെ ഓരത്ത് യാത്രക്കാരായാലും നമുക്കൊക്കെ ആയാലും ഒരു വലിയ ആശ്വാസമാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. 36 വർഷം പിന്നിടുകയാണ്
നമ്മുടെ പള്ളി നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം 36 വർഷം പൂർത്തിയാവുകയാണ്. ഇത് ഒരു വലിയ ഹൈറായി, വലിയ നിഅമത്തായി. നമുക്കെങ്ങാനും ഈ പള്ളി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഈ ആദർശവും ഈ തൗഹീദിന്റെ വെളിച്ചമൊക്കെ ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മൾക്കിങ്ങനെ ഒരു കൂട്ടായ്മയും കൂടാനുള്ള അവസരമൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അത്തരമുള്ള കേന്ദ്രങ്ങളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ, ബേജാറിന്റെ സാഹചര്യങ്ങൾ, ഒന്ന് നിലവിളിച്ചാൽ ഓടി വരാൻ ആളില്ലാത്ത അവസ്ഥ, ഒരു പ്രയാസത്തിൽ കുടുങ്ങിയാൽ സഹായിക്കാൻ ആളില്ലാത്ത അവസ്ഥ, വളരെ സങ്കടകരമായ സാഹചര്യങ്ങൾ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. നാട്ടിലൊരു പള്ളിക്ക് വേണ്ടിയൊക്കെ വരുന്ന കത്തുകളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. ആ നിലക്കൊക്കെ ആലോചിക്കുമ്പോൾ വലിയൊരു ഹൈറാണ് നമുക്കിവിടെ പള്ളിയുണ്ടായി. അതിന് സ്ഥലം നൽകിയവർ, പണം നൽകിയവർ, അന്ന് അധ്വാനിച്ചവർ, അന്ന് ഈ ആ കൂട്ടായ്മ സൃഷ്ടിച്ച് സംഘടനാ തലത്തിലൊക്കെ അതിന് നേതൃത്വം കൊടുത്തവർ, ഒരുപാട് അധ്വാനിച്ച ആളുകളുണ്ട്. ഒരുപാട് നായകന്മാർ നമ്മുടെ മുമ്പേ കടന്നുപോയി. ഇതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരൊക്കെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്പം ആളുകളാണ് അന്നുള്ളവർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ. ഇനിയൊക്കെ പുതിയ പുതിയ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തമാണ്, വലിയൊരു അമാനത്താണ് ഈ പള്ളി എന്ന് പറയുന്നത്, മദ്രസ എന്ന് പറയുന്നത്. ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വലിയ അമാനത്താണ്. വീഴ്ച വരാതെ നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ അതൊക്കെ പരമാവധി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പരസ്പരം എന്തൊക്കെ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായാലും പള്ളിക്കും മദ്രസക്കും ദീനീ പ്രബോധന പ്രവർത്തനത്തിനും നമ്മുടെ മഹല്ലിലെ ഓരോരുത്തർക്കും പ്രയാസങ്ങളില്ലാതിരിക്കാൻ, അതൊരു അലോക്യമായി തീരാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയുമൊക്കെ നമ്മുടെ മുൻഗാമികളാവോളം കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പുതിയ തലമുറ, ഞാനടക്കമുള്ള എല്ലാവരും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ മാതൃകയായി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ ഇതിനെ പരിപാലിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ പള്ളി ഒരുപാട് ഫണ്ട് ഉണ്ടാക്കി വെക്കണ ഒരു പള്ളിയല്ല. ആവശ്യത്തിന് ഫണ്ട് കളക്ട് ചെയ്യുക, അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശൈലി. നമ്മുടെ പള്ളിയുടെ സാമ്പത്തികാവസ്ഥ നമുക്കറിയാം, അല്പം കടത്തിലാണ് നമ്മുടെ പള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി ചെയ്യാനുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തുള്ള കാർപ്പറ്റ് നമ്മുടെ ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ സഹോദരിമാർ അത് പൂർത്തിയാക്കി. അള്ളാഹു അത് അവരിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മുടെ ഇവിടുത്തെ കാർപ്പറ്റുകളൊക്കെ മാറ്റാനുണ്ട്. നമ്മുടെ ടോയ്ലറ്റിന്റെ സൗകര്യമൊക്കെ നന്നാക്കാനുണ്ട്. ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയുടെ ഒരു ഭാഗം ചിലപ്പോൾ അങ്ങനെ പൊയ്പോകുന്നുള്ള ഒരു ആശങ്കയിലാണ് അതുമൂലൊന്നും തൊടാതിരിക്കുന്നത്. ഏതായാലും അതൊക്കെ അല്പം വൈകുമെന്നാണെങ്കിൽ നമുക്കിതൊക്കെ പതുക്കെ പതുക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും ഗൃഹനാഥന്മാർ നൽകുന്ന വരിസംഖ്യ ഉണ്ടാവും. 2000 റുപ്യാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വർഷത്തിൽ 2000 റുപ്യ, മാസത്തിൽ ഒരു 200 റുപ്യന്റെ ചോടയുള്ള ഒരു സംഖ്യയാണ് നമ്മുടെ പള്ളിക്കും മദ്രസക്കും വേണ്ടി മാസത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത്. അത് നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രയാസത്തിലാവും. പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പം നമ്മൾ ഫണ്ട് കണ്ടെത്തുകയാണ്. 27-ാം തീയതി നമ്മുടെ മഹല്ലിന്റെ ഇഫ്താർ സംഗമം വരികയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രത്യേകം ഫണ്ട് സ്വരൂപിക്കും. അതുപോലെ തന്നെ പ്രത്യേക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം ഫണ്ട് സ്വരൂപിക്കലാണ്. പക്ഷെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു 3/4 ലക്ഷത്തോളം രൂപയാണ് മദ്രസയും പള്ളിയുമായി നമ്മുടെ ശമ്പളം, മറ്റു കാര്യങ്ങൾ ഒക്കെ അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെലവ് വരുന്നത്. അതാരെ കൊടുക്കുക? നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ വിഹിതം നമ്മൾ കൊടുക്കുക, സ്വതക്കയായിട്ട് കൊടുക്കുക, നമ്മുടെ മഹലിലെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുക്കുക, സക്കാത്ത് ഉള്ള സംവിധാനം നമ്മുടെ പള്ളിയിലുണ്ട്, അത് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കൊടുത്താലേ ഈ മഹലിനോടും നമ്മളുടെ ഒക്കെ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആരാ ഇമാമായി നിൽക്കേണ്ടത്? ആരാ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ആരാ നമ്മുടെ പ്രദേശത്ത് ദേവസ്ഥ നടത്തേണ്ടത്? ഇതൊക്കെ നമ്മുടെ ഓരോ മെമ്പർമാരുടെയും ബാധ്യതയാണ്. അത് നമുക്ക് ചെയ്യാത്തത് കൊണ്ടോ നമ്മുടെ തിരക്കുകൾ കൊണ്ടോ നമ്മുടെ ജോലിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആളുകളെ ഏൽപ്പിക്കുന്നത്. അപ്പം അതിനൊക്കെ ശമ്പളം കൊടുത്ത് ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് നമുക്ക് ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് അല്ലാഹു എല്ലാ നിലക്കുമുള്ള മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളി നിർമ്മിച്ചവർ, നമ്മുടെ പള്ളിക്ക് വേണ്ടി പണം നൽകിയവർ, അന്ന് അതിനുവേണ്ടി നേതൃത്വം കൊടുത്തവർ, അന്നത്തെ ഭാരവാഹികൾ, അതിന്റെ തുടർച്ചക്കാർ, ഇന്നുവരെ എത്തി നിൽക്കുന്ന ഉത്തരവാദപ്പെട്ട ഭാരവാഹികളും അതിലെ മെമ്പർമാരും, ഈ മഹലിലെ എല്ലാ പ്രവർത്തകരും, നേതാക്കന്മാരും, അനുയായികളും, സഹോദരങ്ങളും, സഹോദരിമാരും, നമ്മുടെ കുടുംബങ്ങളുമൊക്കെ അല്ലാഹുവേ ഞങ്ങളിൽ നീ
നീ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. എല്ലാവിധ നന്മകളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണ റഹ്മാനെ. പോരായ്മകൾ നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പൂർവീകർക്ക് നീ എല്ലാ നിലക്കുമുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഓർമ്മകൾ നഷ്ടപ്പെട്ടവരുണ്ട്, അപകടങ്ങളിൽപ്പെട്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, കാഴ്ചക്ക് പ്രയാസമുള്ള ആളുകളുണ്ട്, വൈകല്യം സംഭവിച്ചവരുണ്ട്, മാനസികമായ രോഗികളുണ്ട്, മാരാരോഗം ബാധിച്ചവരുണ്ട്, ഡയാലിസിസിന് വിധേയായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, സ്വന്തം കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കൂര ചോർന്നൊലിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിരപരാധികളായി കുറ്റം ഏൽക്കേണ്ടി വന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ.